വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് കൊളോണിയൽ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ്, ന്യൂ ട്രെൻഡ്സ് ഇൻ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ കുറച്ച് ഓതേഴ്സിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ എലിയറ്റ്, ഈറ്റ്സ്, റുസൽ, ഹുക്സ്ലി, ചർച്ചിൽ, ടോയിൻബി എന്നീ റൈറ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ലേബർ പാർട്ടീൻ്റെ എലക്ഷന് ശേഷം ഫാബിയൻ സൊസൈറ്റി എന്നുള്ളത് എ ഫോറം ഫോർ ന്യൂ ലേബർ ഐഡിയാസ് ആൻഡ് ഫോർ ക്രിട്ടിക്കൽ അപ്രോച്ചസ് ഫ്രം അക്രോസ് ദ പാർട്ടി. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫാബിയൻ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ടു ലേബേഴ്സ് പോളിസി അജണ്ട ഇൻ ഗവൺമെൻറ് വാസ് എഡ് ബെൽസ് ഡിസ്കഷൻ പേപ്പർ. അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻഡിപെൻഡൻസ്. 1640 ഇംഗ്ലീഷ് സിവിൽ വാർ കാരണം സെവറൽ പ്രോട്ടോ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ്സ് എമേർജ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് നോട്ടബിളി ദ ലെവലേഴ്സ്. അവർ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇലക്ട്രൽ റിഫോം, യൂണിവേഴ്സൽ ട്രിയൽ ബൈ ജൂറി, പ്രോഗ്രസീവ് ടാക്സേഷൻ ആൻഡ് അബോലിഷൻ ഓഫ് ദ മൊണാർക്കി ആൻഡ് അരിസ്റ്റോക്രസി ആൻഡ് ഓഫ് സെൻസർഷിപ്പ്. ഇംഗ്ലണ്ടിൽ വുമണിന് അവകാശം നൽകൽ എന്നുള്ളത്, മീനിങ് ദ ഗ്രാൻഡിങ് ഓഫ് ദ റൈറ്റ് ടു വോട്ട്, വോട്ടിനുള്ള അവകാശം വാസ് എ ഗ്രാജുവൽ പ്രോസസ് സ്പാനിങ് സെവറൽ ഡിക്കേഡ്സ്. ഇനീഷ്യലി വുമൺ വെർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ വോട്ടിംഗ് സിസ്റ്റം. ആദ്യം തന്നെ വോട്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് വുമൺ എന്ത് ചെയ്തിരുന്നു? എക്സ്ക്ലൂഡഡ് ആയിരുന്നു. ബട്ട് ത്രൂ പെർസിസ്റ്റൻറ്റ് ക്യാമ്പയിനിങ് ആൻഡ് ചേഞ്ചിങ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, പെർട്ടിക്കുലർലി ആഫ്റ്റർ വേൾഡ് വാർ ഫസ്റ്റ്, പകുതി അവകാശം 1918 അച്ചീവ് ആയിരുന്നു. അതുപോലെ തന്നെ 1928 ആകുമ്പോഴത്തേക്കും മെന്നിനെ പോലെ തന്നെ ഫുൾ ഈക്വാലിറ്റി വുമണ്ണും ലഭിക്കുന്നുണ്ട്. വുമണിൻ്റെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പെറ്റീഷൻ എന്നുള്ളത് 1866 1500 ജനങ്ങൾ എന്ത് ചെയ്തിരുന്നു? ആ ഒരു പെറ്റീഷനിൽ സൈൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പെറ്റീഷൻ പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. സഫ്രേജ് മൂവ്മെൻറ്റ് എന്നുള്ളത് ഗെയിൻഡ് മൊമെൻറ്റം വിത്ത് ടു മെയിൻ ഗ്രൂപ്പ്സ്, സഫ്രജിസ്റ്റ് ആൻഡ് സഫ്രഗേറ്റ്സ്. 1918 റിപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് പ്രകാരം വുമണിന് വോട്ടിംഗ് റൈറ്റ്സ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1928 ഈക്വൽ ഫ്രാഞ്ചൈസ് ആക്ട് ഗ്രാൻഡഡ് ഫുൾ വോട്ടിംഗ് റൈറ്റ്സ് ടു വുമൺ ഓൺ ദ സെയിം ടേംസ് ആസ് മെൻ. മെന്നിനെ പോലെ തന്നെ 1928 ആകുമ്പോഴത്തേക്കും വുമണിനും വോട്ടിങ്ങിൽ ഫുൾ വോട്ടിംഗ് റൈറ്റ്സ് ലഭിച്ചിരുന്നു. 1649 മുതൽ 1660 വരെ ഇംഗ്ലണ്ടിലും വെയിൽസിലും എക്സിസ്റ്റ് ചെയ്തിരുന്ന റിപ്പബ്ലിക്കാണ് കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ളത്. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ ദ ഇംഗ്ലീഷ് സിവിൽ വാർ ആൻഡ് ദ എക്സിക്യൂഷൻ ഓഫ് കിങ് ചാൾസ് ഫസ്റ്റ്. ഈ ഒരു പീരീഡ് എന്നുള്ളത് ഓൾസോ നോൺ ആസ് ദ ഇന്റർഗ്നാം ആൻഡ് ഇറ്റ്സ് ദ റൈസ് ഓഫ് ഒലിവർ ക്രോംവെൽ ആൻഡ് ഹിസ് സൺ റിച്ചാർഡ് ആസ് റൂളേഴ്സ്. ഈ ഒരു പീരീഡിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്? ഒലിവർ ക്രോംവെല്ലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള റിച്ചാർഡ് എന്നുള്ളവരും റൂളേഴ്സായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കോമൺവെൽത്ത് ഫോളോ ചെയ്യുന്നുള്ളത് പ്രൊട്ടക്ടറേറ്റ്, എ പീരീഡ് ഓഫ് മിലിറ്ററി റൂൾ അണ്ടർ ക്രോംവെൽ. ക്രോംവെല്ലിൻ്റെ കീഴിലുള്ള മിലിറ്ററി റൂളിൻ്റെ ആ ഒരു പീരീഡും കൂടി കോമൺവെൽത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. മോഡേൺ കോമൺവെൽത്ത് ഓഫ് നാഷൻസ് എന്നുള്ളത് ഇസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ദാറ്റ് എമേർജ്ഡ് ഫ്രം ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ദ 20th century. കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ദ കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്നുണ്ട് എ റിപ്പബ്ലിക് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ചാൾസ് ഫസ്റ്റ്. ഗവർണൻസ് പവർ വാസ് ഇനീഷ്യലി വെസ്റ്റഡ് ഇൻ പാർലമെൻറ്റ് ആൻഡ് എ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഒലിവർ ക്രോംവെൽ എന്നുള്ളത് ആസ് ലോർഡ് പ്രൊട്ടക്ടർ എഫക്റ്റീവ്ലി റൂൾ ചെയ്യുന്നുണ്ട് ആസ് എ മിലിറ്ററി ഡിക്റ്റാറ്റർ ഡ്യൂറിങ് ദ പ്രൊട്ടക്ടറേറ്റ്. മിലിറ്ററി ഡിക്റ്റാറ്ററായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? റൂൾ ചെയ്തിരുന്നു. റീസ്റ്റോറേഷൻ എന്നുള്ളത് മൊണാർക്കി എന്ത് ചെയ്യുന്നുണ്ട്? റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് 1660 വിത്ത് ചാൾസ് സെക്കൻഡ് അസെൻഡിങ് ദ ത്രോൺ. അതോടുകൂടിയാണ് റീസ്റ്റോറേഷൻ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഡിക്ലീൻ ഓഫ് ബ്രിട്ടീഷ് കൊളോണിയലിസം എന്നുള്ളത് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. But it accelerated after World War II, driven by factors including the rise of nationalist movements, the economic strain of maintaining the empire, and shifting global power dynamics. By the mid-20th century, most of Britain's colonies had gained independence, although some vestiges of the empire, like the Commonwealth, continued to exist. Factors contributing to the decline: rising nationalist movements. Nationalist movements in colonies fueled by the desire for self-determination grow increasingly powerful in the interwar period and after World War II. Figures like Mahatma Gandhi in India and
Nkrumah in Ghana led movements that successfully challenged British rule. Economic strain എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻറ്റെയിനിങ് ദ എംപയർ ബിക്കം ഇൻക്രീസിംഗ്ലി കോസ്റ്റ്ലി. ഒരു എംപയർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്, എസ്പെഷ്യലി ആഫ്റ്റർ ദ ഡിവാസ്റ്റേഷൻ ഓഫ് വേൾഡ് വാർ സെക്കൻഡിൻ്റെ ആ ഒരു നാശനഷ്ടങ്ങളോട് കൂടി ആ ഒരു കോസ്റ്റ് പിന്നെയും കുറച്ചും കൂടി കൂടാൻ ചെയ്യുന്നുള്ളത്. ബ്രിട്ടൻ ഫേസ്ഡ് സിഗ്നിഫിക്കൻറ്റ് ഡെപ്റ്റ് ആൻഡ് എക്കണോമിക് ചലഞ്ചസ്. ബ്രിട്ടൻ എന്താണ് ഫേസ് ചെയ്യുന്നുള്ളത്? ഒരുപാട് കടങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നുണ്ട്. മേക്കിംഗ് ദ ഫിനാൻഷ്യൽ ബേർഡൻ ഓഫ് മെയിൻറ്റെയിനിങ് ഇറ്റ്സ് കൊളോണിയൽ പൊസിഷൻസ് അൺസസ്റ്റൈനബിൾ. ഷിഫ്റ്റ് ഇൻ ഗ്ലോബൽ പവർ. റൈസ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് സോവിയറ്റ് യൂണിയൻ എന്നുള്ളത് ആസ് സൂപ്പർ പവേഴ്സ് അലോങ് വിത്ത് ദ വീക്കനിങ് ഓഫ് ബ്രിട്ടീഷ് പവർ. ബ്രിട്ടീഷ് പവറിൻ്റെ ആ ഒരു വീക്കനിങ്ങോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനൊക്കെ സൂപ്പർ പവേഴ്സായിട്ട് റൈസ് ചെയ്യുന്നുണ്ട്. അലോങ് വിത്ത് അൾട്ടേർഡ് ദ ഗ്ലോബൽ ബാലൻസ് ഓഫ് പവർ ആൻഡ് മെയ്ഡ് ബ്രിട്ടീഷ് കൊളോണിയലിസം ലെസ് പൊളിറ്റിക്കലി വിയബിൾ. ഇൻ്റർനാഷണൽ പ്രഷർ. Organizations like the United Nations put pressure on Britain to decolonize, reflecting the growing global sentiment against colonialism. ഇനി സ്വിസ് ക്രൈസിസ് എന്താണെന്ന് നോക്കാം. ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈജിപ്തിനെ. ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ബ്രിട്ടൻസ് ഡിക്ലൈനിങ് ഗ്ലോബൽ പവർ ആൻഡ് സിഗ്നൽഡ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഇമ്പീരിയൽ ഡോമിനൻസ്. കീ ഇവൻറ്റ്സ് ഇൻ ദ ഡിക്ലൈൻ. വേൾഡ് വാർ സെക്കൻഡ് എന്നുള്ളത് ദ വാർ സിഗ്നിഫിക്കൻ്റ്ലി വീക്കൻഡ് ബ്രിട്ടൻസ് എക്കണോമിക് ആൻഡ് മിലിറ്ററി പവർ. വാർ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടൻ്റെ എക്കണോമിക് അതുപോലെ തന്നെ മിലിറ്ററി പവറൊക്കെ വീക്ക് ചെയ്യുന്നുണ്ട് വാറോട് കൂടി. അതുപോലെ തന്നെ ആക്സിലറേറ്റിംഗ് ദ ട്രെൻഡ് ടുവേർഡ്സ് ഡീകോളനൈസേഷൻ. ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. 1947 നമുക്കൊക്കെ ഇൻഡിപെൻഡൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. British India was partitioned and granted independence as India and Pakistan, marking a major turning point. Independence for other colonies. In the following decades, many other British colonies in Africa, Asia and the Caribbean gained independence. ഈ ഒരു സമയത്ത് ഒരുപാട് കോളനീസിന് എന്ത് ലഭിച്ചു? സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.